അത് കുറച്ചും കൂടെ ഔട്ട്ഡോർ ആയിരുന്നു. ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം പെട്ടെന്നാണ് എൻ്റെ പേര് വിളിക്കുന്നത്, അടുത്ത നിങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ നെഞ്ചിൽ ഒരു പടപ്പും, സ്റ്റെപ്പ് കയറുന്നവരെ ആ പടപ്പുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാം വാരി കോരി വിളിച്ച് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്നുള്ള ട്രീറ്റ്മെൻറ്റിലൊന്നും അല്ലാതെ എനിക്ക് തോന്നുന്ന രീതിയിൽ അത്രയും ഓപ്പണപ്പ് ആയിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് താഴെ വന്ന് വിജയ് സാറിനെ അനിരുദ്ധിനെയൊക്കെ കെട്ടിപ്പിടിച്ചപ്പോഴും എനിക്ക് റിലേ തിരിച്ചു വന്നിട്ടില്ല. എൻ്റെ റിലേ അവിടെ തന്നെയാണ് സ്റ്റേജിൽ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് റിലേ തിരിച്ചു വന്ന് ഞാനൊന്ന് ഓക്കെ അത് കാരണം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. ഇപ്പം എനിക്കൊരു അവാർഡ് കിട്ടിയാൽ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യും. എനിക്കിപ്പോൾ അടുത്തൊരു സിനിമ കിട്ടിയാൽ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യും. ഞാൻ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഞാൻ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന ഒരു ചെറുക്കനാണ്. അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് ബേസിക്കലി. അത് ഓവർ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഓവർ മറ്റേ സന്തോഷം പ്രകടിപ്പിക്കുന്നതല്ല. എൻ്റെ സന്തോഷം ഇങ്ങനെയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡാണ്. എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഇത് കണ്ടിട്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഈ സ്പീച്ച് അങ്ങ് ഓരോ ആൾക്കാർ കട്ട് ചെയ്ത് ഇടുന്നു, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഇയാളുടെ സ്പീച്ച് വൻ കിടിലമാണെന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾ വരുന്നു. ഇത് വന്നതിന് ശേഷമുള്ള എന്തായിരുന്നു ഒരു റിയാക്ഷൻസ്? കിടിലൻ റെസ്പോൺസ് ആയിരുന്നു, അടിപൊളി റെസ്പോൺസ് ആയിരുന്നു ബ്രോ. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം ഇപ്പം ചിലർക്ക് വേണമെങ്കിൽ പറയാം ഇവൻ ഭയങ്കര ഓവറാണല്ലോ, ഭയങ്കര മറ്റേ കൊണ്ട് ഇവൻ ഇങ്ങനെ ഭയങ്കര, പക്ഷെ അങ്ങനെ ആരും പറഞ്ഞില്ല ബ്രോ. കാരണം ചിലപ്പം അവർക്ക് ഇവൻ പറയണ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നിയോണ്ടാണ്. ഞാൻ ഫേക്ക്നെസ് കാണിച്ചിരുന്നെങ്കിൽ എന്നെ കീറി ഒട്ടിച്ചേനെ. മനസ്സിലായതുകൊണ്ടാണ് ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത്. എന്നെ പരിചയമില്ലാത്തവർ പോലും എൻ്റെ ഒരു സീൻ വന്നപ്പം തിയേറ്ററിൽ കൈയടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും ആൾക്കാർ ഓക്കെ ഇവൻ കയറി വരണം എന്ന് ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ടാണ്. അതെൻ്റെ ഭാഗ്യമാണ്. പിന്നെ ഈ ലാംഗ്വേജ് തെലുങ്കിലാണ് സംസാരിച്ചത്. ഈ ലാംഗ്വേജ് പഠിച്ച് അത് അവിടെ പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു എഫേർട്ടും കൂടെ ഇത് ഓഡിയൻസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഭാഷയിൽ ഒരാൾ വരുന്നു, മലയാളത്തിൽ നിന്ന് ഒരാൾ വരുന്നു, നമ്മുടെ ഭാഷ എഫേർട്ട് എടുത്ത് പഠിച്ചു പറയുന്നതെന്നും കൂടെ ആ ഒരു ഫാക്ടറും കൂടെ വെങ്കിയെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ബ്രോ, ഞാൻ ആ സ്പീച്ചിലാകെ ഞാൻ പ്രിപ്പയർ ചെയ്ത 1.5 മിനിറ്റാണ്. എൻ്റെ സമയം 1.5 മിനിറ്റ് ആയിരുന്നു. ബാക്കി ഞാൻ അവിടുത്തെ ആ സ്റ്റേജിൽ നിന്നിട്ടാണ് ഞാൻ ഇത്രയും ബ്ലാ 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 എന്ന് ഓരോന്നും പറഞ്ഞത്. ഇപ്പോൾ വിജയ് സാറിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ അപ്പോഴാണ് കാണുന്നത്, അമ്മ ഇങ്ങനെ കുമ്മ കൊടുത്തത്. അപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയെ കണക്ട് ചെയ്തത്. എനിക്ക് അപ്പം തോന്നി, അപ്പം പറഞ്ഞതാ. എനിക്ക് ബേസിക്കലി ഞാനൊരു 6 കൊല്ലം മുന്നേ ഒരു തെലുങ്ക് പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പടമായിരുന്നു, പക്ഷെ പടം ഇറങ്ങിയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഡയലോഗൊക്കെ കാണാതെ പഠിച്ച് എനിക്ക് കുറച്ച് തെലുങ്ക് അറിയാം. അത് ടച്ചെല്ലാം പോയി വീണ്ടും കിങ്ഡം ലൈക്ക് 1 ഇയർ ആയിട്ട് ഞാൻ കിങ്ഡത്തിൻ്റെ കൂടെ ഉണ്ട്. കഴിഞ്ഞ മെയ് 9 മുതൽ ഞാൻ കിങ്ഡത്തിനൊപ്പമാണ്. അപ്പം ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് ബേസിക് തെലുങ്ക് എനിക്ക് അറിയാം ബ്രോ. ഇപ്പോൾ ഒരു തെലുങ്ക് പേഴ്സൺ അപ്പുറത്ത് വന്നിരുന്നാൽ ഞാൻ സംസാരിക്കും. എൻ്റെ തെലുങ്ക് തെറ്റായിരിക്കും, പക്ഷെ ഞാൻ സംസാരിക്കും. അവർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലായില്ലെന്ന് പറയും. പിന്നെ അപ്പുറത്ത് കുറച്ച് ഇംഗ്ലീഷും അറിയാവുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിവിടാം. അപ്പോൾ ആ സ്പീച്ചിൽ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷും തെലുങ്കും പിന്നെ കുറച്ച് തമിഴും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്.